പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടരും വിശേഷങ്ങൾ ഇവിടെ കൊണ്ടൊന്നും അനുമാനിക്കുന്നില്ല. ഇന്ന് തുടരും മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടിയ ഒരു ചിത്രമായിട്ട് മലയാള സിനിമയായിട്ട് മാറി. അങ്ങനെ 200 കോടി കടന്നു. അങ്ങനെ തുടരും ചിത്രത്തിന് എതിരാളിയായിട്ട് നിൽക്കുന്ന മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് എന്നുള്ളതും രസകരമായ സംഭവമാണ്. എമ്പുരാന് മുകളിലേക്കാണ് തുടരും എന്ന ചിത്രം മാറേണ്ടത്. ഏതാനും സന്തോഷകരമായ കാര്യമാണ് 2025 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ലാലേട്ടനെ സംബന്ധിച്ച് ഒറ്റ ചിത്രങ്ങളും തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ 2024 നമ്മുടെ ആടുജീവിതമായാലും ആവേശമായാലും മഞ്ഞുമൽ ബോയ്സ് ആയാലും അങ്ങനെ 100 കോടി ചിത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പ്രേമലു തൊട്ട് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പക്ഷേ ലാലേട്ടനെ സംബന്ധിച്ച് ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ 2025 തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ എല്ലാ റെക്കോർഡുകളും തകർത്ത് തൻ്റെ മലയാള സിനിമയിലെ രാജാവ് താനാണെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന സമയമാണിത്. അപ്പം 266 കോടി രൂപയുമായിട്ട് എമ്പുരാൻ തുടങ്ങി വെച്ചത് തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 500 കോടി രൂപയോളം മലയാള സിനിമയ്ക്ക് ലാലേട്ടൻ്റെ സംഭാവനയാണ് 2020. തുടരും എവിടെ ചെന്ന് നിൽക്കും എന്ന് നമുക്ക് ഒരിക്കലും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ്. ഇപ്പോഴും വേൾഡ് വൈഡായിട്ട് 5-6 കോടി രൂപ നേടുന്ന, കേരളത്തിൽ നിന്ന് മാത്രം 2.5-3 കോടി നേടുന്ന തുടരും എന്ന ചിത്രം തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. ഈ ഞായറാഴ്ചത്തെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആദ്യത്തെ ഞായറാഴ്ച നേടിയ കളക്ഷനോടൊപ്പം നിൽക്കുന്ന കളക്ഷൻ തന്നെയാണ് ഇപ്പോഴും നേടിയത്. അപ്പം ഈ ചിത്രം എവിടെ നിൽക്കും എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഏകദേശം 2.5 കോടിക്ക് മുകളിൽ തുടരും എന്ന ചിത്രം ഇന്നും കളക്ട് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഓവർസീസിൽ നിന്ന് പുതിയൊരു ചരിത്ര സംഭവം പുറത്തു വന്നിട്ടുണ്ട്. 10 മില്യൺ 2025 10 മില്യൺ അടിച്ച 3 ചിത്രങ്ങളിൽ 2 ലാലേട്ടൻ ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. ഏകദേശം $16.90 മില്യൺ ഓവർസീസിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എമ്പുരാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 144 കോടിയോളം കളക്ട് ചെയ്തു. അപ്പോൾ 2ാം സ്ഥാനത്ത് ഇതുവരെ നിന്നത് ചാവ എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. ഛത്രപതി ശിവജിയുടെ മകൻ്റെയും മറാത്ത രാജാവുമായ സംഭാജിയുടെ കഥ പറഞ്ഞ വിക്കി കൗശലായിരുന്നു നായകൻ. ഏകദേശം 130-140 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രമായിരുന്നു. ഏകദേശം 800 കോടി രൂപയോളം കളക്ട് ചെയ്ത ചിത്രം. പക്ഷേ വിദേശ മാർക്കറ്റിൽ നിന്ന് കേവലം 87 കോടി രൂപ മാത്രമേ ഇതിനെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം 700 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. ഇപ്പോൾ ആ ചിത്രത്തെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് തുടരും എന്ന ചിത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയെ സംബന്ധിച്ചും ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ചും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം തുടരും എന്ന ചിത്രം ഏകദേശം 90 കോടി രൂപയ്ക്ക് മുകളിൽ ഓവർസീസിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 ചിത്രങ്ങൾ ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ്, എമ്പുരാനും തുടരും. 3ാമത്തെ ചിത്രം വിക്കി കൗശലിൻ്റെ ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ചിത്രമായ ചാവയുമാണ്. അങ്ങനെ നാടുകളുടെ പെരുമഴയാണ് തുടരും എന്ന ചിത്രവും എമ്പുരാനും കുറച്ച് ദിവസം കൊണ്ട് തീർക്കുന്നത്. മലയാള സിനിമയിലെ ഇനിയും റെക്കോർഡുകളെല്ലാം തന്നെ ലാലേട്ടൻ്റെ പേരിൽ തന്നെയാണ് എന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ്റെ ഈ 2025 കുറച്ച് നാളായിട്ട് തനിക്കുണ്ടായ ഓട്ടങ്ങൾ മൊത്തം തീർക്കുന്ന തിരക്ക് തന്നെയാണ് ലാലേട്ടൻ. 2025 ലാലേട്ടൻ്റെ പുതിയ റെക്കോർഡുകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഏത് റെക്കോർഡ് തകർത്താലും അതൊരു മോഹൻലാൽ ചിത്രം തന്നെ ആയിരിക്കും. അത് തകർക്കപ്പെടുന്നത് ഒരു മോഹൻലാൽ ചിത്രം തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം. എല്ലാവർക്കും
ഒരു ശുഭരാത്രി. ഒരുപക്ഷെ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്താവുന്നതാണ്. ഒക്കെ ബൈ.